2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളോടെ UDF ഭരണത്തിൽ വരുമെന്ന് ഉറച്ച പ്രഖ്യാപനവുമായി നമ്മുടെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനുഗോലുവിന്റെ റിപ്പോർട്ട് കൂടി വന്നതോടെ UDF ക്യാമ്പ് ആവേശത്തിലാണെന്ന് തന്നെ പറയാം. എന്നാൽ UDFന്റെ ഈ ആവേശത്തിൽ ചെറിയ രീതിയിൽ ഒന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഇടത് സർക്കാർ. അത് പുറത്തു കാണിക്കാതിരിക്കാൻ, അതായത് ഇതിലൊന്നും തളരില്ല എന്ന് ജനങ്ങളുടെ മുന്നിൽ ചുമ്മാ അഭിനയിക്കുകയാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ. അതായത് UDFന്റെ 100-ലധികം സീറ്റുകൾ എന്ന മോഹം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നാണ് മുതിർന്ന CPM നേതാവ് AK ബാലൻ പറയുന്നത്. കൂടാതെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ UDF ചിഹ്ന ഭിന്നമാകുമെന്ന്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ LDF ആണോ UDF ആണോ തകരാൻ പോകുന്നതെന്ന് പണ്ടേ എല്ലാവർക്കും മനസ്സിലായതാണ്. കാരണം അത്രയും ഭരണവിരുദ്ധതയാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF പൊട്ടി പാളീസായത്. സത്യം പറഞ്ഞാൽ അതൊരു സൂചന മാത്രമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചന മാത്രം. എന്നിട്ടും ഒരു നാണവുമില്ലാതെ പറയുകയാണ് അവർ തന്നെ വീണ്ടും അധികാരത്തിൽ കയറുമെന്ന്. ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ കഴിയുന്നുവെന്നാണ് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുന്നത്. ശബരിമല വിഷയവും അഴിമതികളും ധൂർത്തും ഇപ്പോൾ തൊണ്ടിമുതലിലെ കൃത്രിമത്വം കാണിച്ചു എന്നുള്ളതിലും തുടങ്ങി നിരവധി വിഷയത്തിലും നമ്മുടെ സർക്കാരിലെ മന്ത്രിമാരും മുൻ മന്ത്രിമാരും തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ്, എന്ത് വിശ്വസിച്ചാണ് ജനങ്ങൾ നിങ്ങളെ വീണ്ടും അധികാരത്തിൽ കയറ്റേണ്ടത്? അതുകൊണ്ട് ആ വ്യാമോഹം വേണ്ട. UDF തന്നെയാകും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് ഇതോടെ എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ സ്വയം ആശ്വസിക്കാൻ തങ്ങൾ ജയിക്കും എന്നൊക്കെ പറയാം, പക്ഷെ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പാഴ്വാക്ക് പറയുന്നത് ഒന്ന് നിർത്തിയാൽ കൊള്ളാം. പിന്നെ മറ്റൊരു കാര്യം കൂടെ AK ബാലൻ പറയുകയുണ്ടായി. അത് ചിലപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ കൂടി നഷ്ടമാകാൻ സാധ്യതയുണ്ട്. പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ്. വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷത്തെ അധിക്ഷേപിച്ചിട്ടില്ല, ലീഗിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെയാണ് AK ബാലൻ പറയുന്നത്. അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ, മലപ്പുറത്തെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞത് താങ്കൾ മറന്നുപോയോ? മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തിയിരുന്നത്. ഇതും കൂടി ആയതോടെ ഇനി മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകളും കിട്ടുമെന്ന് കരുതേണ്ട. അല്ലെങ്കിലേ വെള്ളാപ്പള്ളിയെ മുഖ്യൻ കൂടെ കൂട്ടിയത് കൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയും വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്താൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോറ്റ് തുന്നം പാടുമെന്ന് ഉറപ്പാണ്. ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറിയാം ആരാണ് ഛിന്നഭിന്നമാകാൻ പോകുന്നതെന്ന്.